18-ാം പടി 18 മലകളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മുൻപ് പറഞ്ഞല്ലോ. ഈ പടിക്കും പടിയിൽ നടത്തുന്ന വഴിപാടുകൾക്കും ഏറെ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തൃപ്പടി 18 കയറുമ്പോഴുള്ള ആത്മനിർവൃതി ഭക്തർക്ക് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. സകല പാപങ്ങളും ഉപേക്ഷിച്ചാണ് പടി കയറുന്നതെന്നാണ് സങ്കല്പം. അതിന്റെ പ്രതീകമായാണ് ഗുരുസ്വാമി പൂജിച്ചു നൽകുന്ന നെയ്തേങ്ങ 18-ാം പടിയിൽ ഉടച്ചു കയറുന്നത്. പടി 18 പഞ്ചലോഹം കൊണ്ട് പൊതിയും മുൻപ് നെയ്തേങ്ങ പൊട്ടിച്ചിരുന്നത് പടിയിലായിരുന്നു. പടിക്ക് തൊട്ടടുത്ത് സ്ഥാപിച്ചിട്ടുള്ള കല്ലിലാണ് ഇപ്പോൾ നാളികേരം ഉടയ്ക്കുന്നത്. പന്തളം കൊട്ടാരത്തിലുള്ളവർക്ക് മാത്രമേ ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി കയറാൻ അവകാശമുള്ളൂ. കൈകൊണ്ട് തൊട്ട് വണങ്ങി വലതുകാൽ വെച്ചാണ് ഓരോ പടിയും കയറേണ്ടത്. മോക്ഷത്തിനായി ഹൈന്ദവ വിശ്വാസികൾ ചെയ്യേണ്ട 18 കാര്യങ്ങളെയാണ് 18 പടികളായി സൂചിപ്പിക്കുന്നതെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്. ഹിന്ദുമതത്തിന് ആദിയിൽ ഒരു വേദമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതിന് 18 അധ്യായങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും ആ സങ്കല്പവുമായി ബന്ധപ്പെട്ടതാണ് 18-ാം പടിയുടെ സങ്കല്പമെന്നും പറയപ്പെടുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4 വേദങ്ങൾ, സാഖ്യം, വൈശേഷികം, യോഗം, ന്യായം, മീമാംസ, വേദാന്തം എന്നീ 6 ദർശനം, ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം അങ്ങനെ 6 അംഗങ്ങളും, ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും ഇവയെല്ലാം ചേർത്ത് 18 കൃതികളാണ് ഹൈന്ദവർക്കുള്ളത്. ഇതെല്ലാം പഠിച്ചു മനസ്സിലാക്കണം എന്ന സത്യമാണ് 18 പടികളിലൂടെ പറയുന്നതെന്നാണ് വിശ്വാസം. 18-ാം പടിയുമായി ബന്ധപ്പെട്ട് വേറെയും ചില വിശ്വാസങ്ങളുണ്ട്. ആദ്യത്തെ 5 പടികൾ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയെയും അഷ്ടരാഗങ്ങളായ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംഭ്, അസൂയ തുടങ്ങിയവയെ 6 തൊട്ട് 13 വരെയുള്ള പടികളും, സ്വാത്വികം, രാജസം, താമസം എന്നീ ത്രിഗുണങ്ങളെ 14 മുതൽ 16 വരെയുള്ള പടികളും, അവസാനത്തെ 2 പടികൾ വിദ്യയെയും അവിദ്യയെയും സൂചിപ്പിക്കുന്നു എന്നുമാണ് മറ്റൊരു വിശ്വാസം. 41 ദിവസം വ്രതമെടുക്കുമ്പോൾ ഒഴിവാക്കുകയും പാലിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണിവ. പടിപൂജയായാണ് ശബരിമലയിലെ പ്രധാന പൂജ. ഇത് 18 മലകളിലുമുള്ള ദൈവങ്ങളെ സന്തോഷിപ്പിക്കാനാണ് നടത്തുന്നത്. മാസപൂജയ്ക്കും ചിത്തിര ആട്ടത്തിനും അടക്കം പടിപൂജ നടത്തും. മണ്ഡലകാലത്ത് അത് നടത്താറില്ല. പണ്ടൊക്കെ 12 കൊല്ലത്തിലൊരിക്കലായിരുന്നു പടിപൂജ നടത്തിയിരുന്നത്. ഇഷ്ടകാര്യസിദ്ധിക്ക് നടത്തുന്ന പടിപൂജയ്ക്ക് വലിയ ചെലവാണ്. തന്ത്രിയുടെ നേതൃത്വത്തിൽ ദീപാരാധനയ്ക്ക് ശേഷമാണ് പൂജ നടത്തുന്നത്. നിലവിളക്ക്, കർപ്പൂരം, പൂക്കൾ, സാമ്പ്രാണി, പൂമാലകൾ, കലശത്തുണികൾ, പടികളിൽ വിരിക്കാനുള്ള പട്ട്, നാളികേരം എന്നിവ എല്ലാ പടികളിലും വയ്ക്കും. ഓരോ പടിക്കും പ്രത്യേക പൂജയാണ്. ഈ സമയത്ത് 18-ാം പടിയിലൂടെ ദർശനം അനുവദിക്കാറില്ല. 18 കൊല്ലം തുടർച്ചയായി മല കയറിയ അയ്യപ്പ ഭക്തന്മാർ വീണ്ടും വരുമ്പോൾ ഇരുമുടിക്കെട്ടിനൊപ്പം വിത്ത് തേങ്ങയും കൊണ്ടുവരണം. ഇത് സന്നിധാനത്ത് നടും. ഇതിനുശേഷം ആ ഭക്തൻ ഗുരുസ്വാമിയാകും. നമുക്ക് കാട്ടാളനായി ജീവിക്കാം, പക്ഷേ മരിക്കുന്ന കാലത്ത് വാൽമീകിയായി മാറണം. അതാണല്ലോ രാമായണം പറയുന്നത്. മനസ്സിലെ കാട്ടാളത്തെ ഇല്ലാതാക്കി ഈശ്വരനിൽ മനസ്സും ശരീരവും അർപ്പിച്ചാലേ വാൽമീകിയാകാനാകൂ. ഇത് തന്നെയാണ് 18 കൊല്ലം മല കയറിയ അയ്യപ്പന്മാർ ഗുരുസ്വാമിയായി മാറുന്നതിലെ രഹസ്യവും. 18 കൊല്ലം കൊണ്ട് ഒരാൾ ഉള്ളിലെ എല്ലാ തിന്മകളെയും ഇല്ലാതാക്കി അയ്യപ്പനായി മാറുന്നു. ഇത് തന്നെയാണ് തത്വമസി. അങ്ങനെ പൂർണ്ണ മനുഷ്യനായതിന്റെ പ്രതീകമായാണ് തെങ്ങ് വയ്ക്കുന്നത്. തെങ്ങ് കൽപ്പവൃക്ഷമാണല്ലോ. അതിന്റെ എല്ലാ ഭാഗങ്ങളും മനുഷ്യന് ഉപയോഗിക്കാം. അതുപോലെ തെങ്ങ് വയ്ക്കുന്ന അയ്യപ്പനും എല്ലാവർക്കും ഉപകരിക്കുന്ന മനുഷ്യനായി മാറണം എന്ന സന്ദേശം കൂടിയാണ് നൽകുന്നത്. ശബരിമലയിലെ പ്രധാനപ്പെട്ട മറ്റൊരർച്ചനയാണ് നെയ്യഭിഷേകം. ഇരുമുടിക്കെട്ടുമായി മല കയറി വരുന്ന ഭക്തജനം നടത്തുന്ന വഴിപാടാണിത്. അഭിഷേകത്തിന് നെയ്തേങ്ങയിലെ നെയ്യ് ഉപയോഗിക്കും. ഇരുമുടിക്കെട്ടിലെ തേങ്ങ അയ്യപ്പമുദ്രയും നെയ്യ് ജീവാത്മാവുമാണ്. അഭിഷേകം കഴിയുമ്പോൾ ജീവാത്മാവ് ഭഗവാനിൽ ലയിക്കുമെന്നാണ് വിശ്വാസം. 18-ാം പടിക്ക് മുന്നിലായുള്ള ആഴിയിൽ നെയ്യ് എടുത്ത ശേഷമുള്ള തേങ്ങാമുറി ഇടണം. തേങ്ങാമുറിയെ ജഡമായി സങ്കല്പിച്ചാണ് ഇത് ചെയ്യുന്നത്. തടസ്സങ്ങൾ അകറ്റാനായി പമ്പാ ഗണപതിക്ക് നാളികേരം ഉടച്ചാണ് അയ്യപ്പന്മാർ മല കയറുന്നത്. പമ്പാ ഗണപതിയും ആദിമൂല ഗണപതിയും പമ്പയിലുണ്ട്.
രണ്ട് പ്രതിഷ്ഠകൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. പിതൃതർപ്പണമാണ് പമ്പയിലെ മറ്റൊരു പ്രധാന ചടങ്ങ്. പാപനാശിനി എന്നാണ് പമ്പ അറിയപ്പെടുന്നത്. മറവപ്പടയുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്കായി ഭഗവാൻ ബലിയിട്ടത് പമ്പയിലാണ്. ഇതിന്റെ ഓർമ്മ പുതുക്കുന്നതിനായാണ് പമ്പയിൽ പിതൃതർപ്പണം നടത്തി അയ്യപ്പന്മാർ മല ചവിട്ടുന്നത്. അമൃതിനായി അസുരന്മാരും ദേവന്മാരും പാലാഴി കടഞ്ഞ സംഭവം ആദ്യം സൂചിപ്പിച്ചിരുന്നുവല്ലോ. അന്ന് ഭഗവാൻ വിഷ്ണുവിന് ശനിദോഷമുണ്ടായിരുന്നു. ഇതറിഞ്ഞ ശിവനും പാർവതിയും വേലനും വേലത്തിയുമായി എത്തി പറകൊട്ടിപ്പാടി ശനിദോഷം മാറ്റി എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് ഇന്നും മാളികപ്പുറത്ത് പറകൊട്ടിപ്പാട്ട് നടത്തുന്നത്. മണിമണ്ഡപത്തിന് മുന്നിലായി വേലന്മാർ കേശാദിപാദം പാടിയാൽ അയ്യപ്പ ഭക്തരുടെ ശനിദോഷം മാറുമെന്ന് കരുതുന്നു. മാളികപ്പുറത്തമ്മയ്ക്ക് നാളികേരമുരുട്ടുക എന്നതാണ് പ്രധാന വഴിപാട്. കുങ്കുമം, മഞ്ഞൾപ്പൊടി, പട്ട്, വെറ്റില എന്നിവയും സമർപ്പിക്കും. എല്ലാ ഉപദേവതകൾക്കും ദേവന്മാർക്കും കാണിക്കയിടണം. കദളിപ്പഴം, വറപ്പൊടി, മലർ, ശർക്കര എന്നിവ ഉപദേവതകളിലൊരാളായ കടുത്തസ്വാമിക്ക് നേദിക്കുന്നു. വാവരുസ്വാമിയുടെ നടയിൽ കുരുമുളക്, പനിനീർ, ചന്ദനത്തിരി എന്നിവയാണ് വഴിപാടായി കൊടുക്കുന്നത്. നാഗരാജാവിനും നാഗയക്ഷിക്കും സർപ്പപ്പാട്ടാണ് പ്രധാനം. ഗണപതിക്ക് ഹോമവും സുബ്രഹ്മണ്യസ്വാമിക്ക് കാവടിയും. ഭഗവാനെ കണ്ട് തൊഴുതു മടങ്ങാനായി 18-ാം പടി ഇറങ്ങുമ്പോൾ തേങ്ങ ഉടയ്ക്കുകയും വെടിവഴിപാട് നടത്തുകയും വേണം. അപ്പം, അരവണപ്പായസം, അഷ്ടാഭിഷേകം, പുഷ്പാഭിഷേകം, നീരാഞ്ജനം, വെടിവഴിപാട് എന്നിവയും അതിവിശേഷമാണ്.